ആസ് എ ഫുൾ ടൈം ആർട്ടിസ്റ്റ് എൻ്റെ 2025 ഒരു കംപ്ലീറ്റ് ഫെയിലിയർ ആയിരുന്നു. അതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് സോഷ്യൽ മീഡിയയിലെ എൻ്റെ പ്രസൻസ്. ലാസ്റ്റ് ഞാൻ പോസ്റ്റ് ഇട്ടത് 2024 അതായത് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ കുറച്ച് വർക്കൊക്കെ ചെയ്തെങ്കിലും 2025 ഒന്ന് ചുരുക്കി പറഞ്ഞാൽ സ്ലീപ്പ്, സ്ക്രോൾ, റിപ്പീറ്റ് ഇതായിരുന്നു അവസ്ഥ. 2025 സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ഹെൽത്തൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പോൾ പാസ്റ്റ് കഴിഞ്ഞു, ഇനി സ്ക്രീനിൽ. വാട്സ്ആപ്പ് ക്രിയേറ്റേഴ്സ്, ഇറ്റ്സ് ക്രിയേറ്റർ. സോ 2020 നമ്മൾ ഒറ്റ പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല. സോ ഇതിപ്പോൾ 2026 ജനുവരി ആയിട്ടുണ്ട്. സോ ഞാൻ ChatGPT ചോദിച്ചു, ആസ് ആൻ ആർട്ടിസ്റ്റ് എന്തൊക്കെ നമുക്ക് ചെയ്യാതിരിക്കാം 2026 എന്നത്. സോ അതിന് ChatGPT തന്നിട്ടുള്ള ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്, ഡോണ്ട് ബിൽഡ് എ സ്റ്റുഡിയോ ഫോർ മോട്ടിവേഷൻ എന്നാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം തന്നെ ബിൽഡ് ചെയ്തത്, അതായത് 2025 തന്നെ ഞാൻ ബിൽഡ് ചെയ്തൊരു ആർട്ട് സ്റ്റുഡിയോ ആണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതെനിക്ക് ഒരു നമുക്ക് മോട്ടിവേറ്റ് തരുന്ന ഒരു സ്പേസ് ആക്കി എടുത്ത് മാറ്റാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. സോ ഇതാണ് എൻ്റെ സ്റ്റുഡിയോ സ്പേസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഞാനൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇങ്ങനെ റെഡിയാക്കി. ബട്ട് എന്നിട്ടും എനിക്കൊരു വർക്ക് ചെയ്യാൻ പറ്റിയില്ല. ബാക്കി സ്പേസൊക്കെ നോക്കുകയാണെങ്കിൽ ചുമ്മാ അലങ്കോലമായി കിടപ്പുണ്ട്. ഈ ഒരു സ്പേസിലോട്ട് വരുവാണെങ്കിലും ഇവിടെ എൻ്റെ കുറേ ആർട്ട് മെറ്റീരിയൽസ് ഇരിക്കുന്നു. സോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് ഒരു സ്പേസ് ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും നേടാൻ പോകുന്നില്ല. അതായിരുന്നു എനിക്ക് ChatGPT എന്ന ആദ്യത്തെ ആൻസർ എന്ന് പറയുന്നത്. സോ രണ്ടാമത്തെ ലെസണിലോട്ട് വരുമ്പോഴത്തേക്കും ChatGPT പറഞ്ഞത് ഡോണ്ട് വെയിറ്റ് ടു ഫീൽ ലൈക്ക് ആൻ ആർട്ടിസ്റ്റ് എന്നാണ്. സോ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തന്നെ വിചാരിച്ച് നമുക്ക് ആർട്ട് ബ്ലോക്കാണ് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ബ്ലോക്കാണ് എന്നൊക്കെ വിചാരിച്ച് കുറേ സമയങ്ങൾ കളയും. സോ സമയമായിട്ടില്ല, ഒരു ഇന്നൊരു ഇതിലെത്തിയാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അത് മിക്ക ക്രിയേറ്റീവ് പീപ്പിളിനും വരുന്നൊരു കാര്യമാണ്. ബട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മൾ കറക്റ്റ് പെർഫെക്റ്റായി അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ചെയ്തു അതിനുശേഷമേ പോസ്റ്റ് ചെയ്യാവൂ എന്നൊന്നുമില്ല. നമുക്ക് എന്ത് പോസ്റ്റ് ചെയ്യണോ അതൊക്കെ പോസ്റ്റ് ചെയ്തോളൂ. നമ്മളെ ഫോളോ ചെയ്യുന്നവർക്ക് അതൊരു ഇൻസ്പിറേഷൻ ആയിക്കോളും. നമ്മളിപ്പോൾ 100% നമ്മുടെ വർക്കുകൾ ഓക്കെ അല്ലെങ്കിൽ അത് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അതിന് മടി കാണിക്കേണ്ട ആവശ്യമില്ല. അടുത്തതായിട്ട് ChatGPT തന്നെ എന്താണെന്ന് വെച്ചാൽ, ഡോണ്ട് ചേസ് അൽഗോരിതംസ് ഇൻസ്റ്റെഡ് ഓഫ് മീനിങ്. സോ സിമ്പിൾ, നമ്മൾ വ്യൂസിനോ ലൈക്സിനോ വേണ്ടി വർക്ക് ചെയ്യാതെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി, നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി, നമ്മുടെ പാഷന് വേണ്ടി, അതിനു വേണ്ടി വർക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. സോ ഫ്രണ്ട്സിന് വേണ്ടിയോ കുക്കിൻ്റെ പുറകിലോ അല്ലെങ്കിൽ മറ്റൊരു സ്ട്രേഞ്ചറിനെ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വർക്ക് ചെയ്യാനോ ഒന്നും നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് അടുത്തതെന്ന് പറഞ്ഞാൽ, ഡോണ്ട് ബിൽഡ് ഇൻ ഐസൊലേഷൻ. ഞാൻ ചെയ്തുകൊണ്ടിരുന്നതും അത് തന്നെയാണ്. എനിക്ക് സ്വന്തമായിട്ടൊരു സ്പേസ് വേണമായിരുന്നു. ആ സ്പേസ് എനിക്ക് കിട്ടി. ഞാനൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിലോട്ട് മാറി. ഇവിടെ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. സോ ഇപ്പോൾ ഒരു ഫ്രണ്ടൊക്കെ ഉണ്ട്, എങ്കിലും ഞാൻ കൂടുതൽ സമയം ഒറ്റയ്ക്കായിരുന്നു. സോ ഒറ്റയ്ക്ക് എന്ന് ഞാൻ വിചാരിച്ചപ്പോൾ, ഒറ്റയ്ക്കാകുമ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും, നല്ലവണ്ണം വർക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. ബട്ട് അതൊന്നും കറക്റ്റ് അല്ല. കാരണം ഒറ്റയ്ക്കാകുമ്പോൾ നമുക്ക് കുറേ ഡിസ്ട്രാക്ഷൻസ് കൂടി വരത്തേ ഉള്ളൂ. സാധാരണ അങ്ങനെയാണ്. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നതാണ്. ആൻഡ് I thought isolation meant focus, but it actually meant silence. And silence kills artists slowly എന്നാണ് ChatGPT പറഞ്ഞിട്ടുള്ളത്. സോ അത് ശരിയാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത എന്താണെന്ന് വെച്ചാൽ, ഡോണ്ട് ഇഗ്നോർ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ മെൻ്റൽ ഹെൽത്തിനെ കാര്യമാണ്. സോ നമ്മൾ ആർട്ടിസ്റ്റ് ബ്ലോക്ക് ഉണ്ടാകുമ്പോഴും, അതായത് മെയിൻലി നിങ്ങളൊരു ആർട്ടിസ്റ്റ്, ഫുൾ ടൈം ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ഫ്രീലാൻസ് ഡിസൈനറോ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വർക്കുകൾ വരുന്നതിൻ്റെ അളവ് കൂടിയും കുറഞ്ഞും ഒക്കെ വരും. ബട്ട് അത് നമ്മളെ ഒരിക്കലും മെൻ്റലി അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കണം. കാരണം അങ്ങനെ അഫക്റ്റ് ആയി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്ട്രെസ്സും ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. സോ ആ ഒരു ഫേസിലൂടെ ഞാൻ കടന്നുപോയി. സോ അതുകൊണ്ട് അതും കറക്റ്റായിട്ട് തന്നെയാണ് ChatGPT ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് അടുത്ത എന്താണെന്ന് വെച്ചാൽ, ഡോണ്ട് കൺഫ്യൂസ് ബിസി വിത്ത് പ്രോഗ്രസ്. ഐ വാസ് ഓൾവേസ് ബിസി ബട്ട് ഐ വാസ് ഇൻ മൂവി. എന്ന് വെച്ചാൽ, നമ്മൾ ഓരോ ദിവസവും ഓരോ പരിപാടികൾ ഇങ്ങനെ വരും. ചെറിയൊരു ടാസ്ക് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ചിലപ്പോൾ നമ്മുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട ടാസ്ക് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാമിലിയുടെ കാര്യമായിട്ടുള്ള ടാസ്ക് ആയിരിക്കും. സോ നമ്മൾ ആ ഒരു ചെറിയ വർക്ക് ചെയ്യാനായാലും നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ മതി, നിർത്തിയേക്കാം എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചു പോകും. സോ അതൊന്നും പാടില്ല.
നമ്മുടെ വർക്ക് ഇത് കണക്കുള്ള സിമ്പിൾ ടാസ്കിന് വേണ്ടിയിട്ട് ബിസിയാക്കി കളയേണ്ട കാര്യമില്ല. അതൊക്കെ അതിൻ്റെ ഒരു ചെറിയൊരു ടൈം സ്പെൻഡ് ചെയ്ത് അതും കളഞ്ഞേക്കുക. ബാക്കിയുള്ള സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. ഒരു കറക്റ്റായിട്ട് ഒരു ടൈം ഷെഡ്യൂൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വളരെ നല്ലതായിരിക്കും. അടുത്തതെന്ന് വെച്ചാൽ ഡോണ്ട് മേക്ക് ആർട്ട് ഓൺലി ഫോർ വാലിഡേഷൻ. സോ സിമ്പിളാണ്, നമ്മൾ നേരത്തെ കവർ ചെയ്തൊരു പോയിന്റാണ്. വെറുതെ വ്യൂസിനും ലൈക്സിനും വേണ്ടി മാത്രം നമ്മൾ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ആർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അത് പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ളതിലേക്ക് നിങ്ങളുടെ ആർട്ട്, നിങ്ങളുടെ കല എത്തിക്കണമെന്നുണ്ടെങ്കിൽ അത് പോസ്റ്റ് ചെയ്യുക. അത് ബാക്കിയുള്ളവർ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, ലൈക്ക് ചെയ്യുന്നു, അവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുന്നു, ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പോസ്റ്റ്. ഈ പറയുന്നത് ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ടൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. സോ ഈ വർഷം അങ്ങനെ ആയിരിക്കത്തില്ല, ഞാൻ കുറേ പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. സോ അവിടെ പോയി ഫോളോ ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ DM ചെയ്യുക. അടുത്തതെന്ന് പറയുന്നത് ഡോണ്ട് അവോയ്ഡ് ടോക്കിംഗ് അബൌട്ട് ഫെയിലിയർ. സോ ഫെയിലിയറിനെ പറ്റി നമ്മൾ സംസാരിക്കാം. സോ ഫെയിലിയർ നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്ത് കളയേണ്ട കാര്യമില്ല. കാരണം ഫെയിലിയറിലൂടെയാണ് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നത്. സോ ആസ് ഐ സെഡ്, ഞാൻ കുറേ പ്ലാനുകൾ ചെയ്തു, ബട്ട് ഒന്നും എനിക്ക് കറക്റ്റായിട്ട് പോയില്ല. ഈ ക്രിയേറ്റർ ബി സ്റ്റുഡിയോസ് എന്നല്ലാതെ വേറെ ചാനൽ ഞാൻ ക്രിയേറ്റ് ചെയ്തു, അതും സക്സസ് ആയിട്ട് എനിക്ക് പോയില്ല. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കുറേ ഫെയിലിയേഴ്സ് ഉണ്ടായ ഒരു വർഷമാണ് ഈ 2025 എന്ന് പറയുന്നത്. സോ അതിനെല്ലാം ഒരു തിരിച്ചടി എന്ന പോലെ നമുക്ക് 2026 പുതിയ കണ്ടന്റ്, പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരിച്ചെത്താം. ഈ ഒരു വീഡിയോയും ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഈ ഒരു കഴിഞ്ഞ വർഷം ഫെയിലായി പോയതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ തന്നെ ഈ വർഷം ഞാൻ തുടങ്ങുന്നത്. സോ കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒരു ഫെയിലിയർ ഞാൻ ഫേസ് ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ പറ്റത്തില്ലായിരുന്നു. സോ അതിനെല്ലാവരും ഒരു ലൈക്ക് ഇപ്പോഴേ അടിച്ചേക്കുക. ആൻഡ് അടുത്തായിട്ട് നമ്മൾ 2026 എന്തായിരിക്കും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. സോ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. സോ ഇത് ഞാൻ ഫോളോ ചെയ്യാൻ കഴിഞ്ഞ വർഷമേ ശ്രമിച്ചു, ബട്ട് നടന്നില്ല. ബട്ട് ഈ വർഷം കണ്ടിപ്പായിട്ടും അതിന് നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. സോ പുതിയ കണ്ടന്റ്, പുതിയ വെറൈറ്റി സാധനങ്ങളായിട്ട് നമ്മൾ തിരിച്ചെത്തുന്നതായിരിക്കും. സോ അതാണ് 2026 നമ്മൾ കാണുന്നത്. ആൻഡ് എന്തൊക്കെ ഉണ്ടായാലും ലൈക്സോ ഷെയറോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ലായിരിക്കും, ഞാൻ ഇവിടെ തന്നെ വരും. ഐ വിൽ ഷോ അപ്പ് ഓൺ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, എവിടെയൊക്കെ വരാൻ പറ്റുമോ പുതിയ വർക്കുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഈ ജേണിയിൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തു എന്നെ ഫോളോ ചെയ്ത് വരിക. അത്രയും എനിക്ക് പറയാനുള്ളത്. Come on guys, let's create together. 2026 നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളൊരു ChatGPT ഞാൻ കൊടുത്ത ഇൻപുട്ട് വെച്ചിട്ട് എനിക്ക് തന്ന ആൻസേഴ്സ് ഇതൊക്കെയാണ്. സോ ലെറ്റ്സ് ട്രൈ ടു ഡു ദാറ്റ്. ആൻഡ് 2026 നമുക്ക് പുതുതായിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഞാൻ ChatGPT എടുത്ത് വെച്ചു. ഇപ്പോൾ എല്ലാം AI ആണല്ലോ. സോ ChatGPT ഒക്കെ നമ്മൾ മാക്സിമം യൂസ് ചെയ്യണമെന്നേ. ചുമ്മാ യൂസ് ചെയ്യാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല, എല്ലാവരും യൂസ് ചെയ്യല്ലേ, പിന്നെ നമ്മളെന്താണ് യൂസ് ചെയ്യാതിരിക്കേണ്ടത്? സോ അങ്ങനെ ചോദിച്ച സ്ഥിതിക്ക് ChatGPT തന്ന ആൻസേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് ക്രിയേറ്റീവ് എൻവയോൺമെൻ്റ് ആണ്. അതായത് നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ പറ്റിയ ഒരു സ്പേസ്. ആ ഒരു സ്പേസ് എനിക്കുണ്ട്. നല്ലൊരു സ്പേസാണ്, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ്. സോ അവിടെ ഞാൻ ഇതൊക്കെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനി ഈ ഒരു സ്പേസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിൻ്റെ ഇതൊക്കെ ബാക്കിയുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ ഇത്രയും എത്തി. പിന്നെ ഹൈ ക്വാളിറ്റി എക്യുപ്മെൻറ്റ്സ് ആണ് അടുത്തായിട്ട് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, സോ ഹൈ ക്വാളിറ്റി എക്യുപ്മെൻറ്റ്സിലോട്ട് വരുമ്പോഴത്തേക്കും ഒന്ന് എൻ്റെ ലാപ്ടോപ്പ് തന്നെയാണ് മെയിനായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഒരു പെൻഡാബ് തന്നെയാണ്. സോ അതിലോട്ട് വരുമ്പോഴത്തേക്കും അത് ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്ന എൻ്റെ സാധനങ്ങളാണ്. പിന്നെ നിങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മുടെ കളർ പെൻസിൽ, പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പെയിൻറ്റുകൾ കാര്യങ്ങൾ ഒക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ കിടപ്പുണ്ട്. ബട്ട് ഒന്നും അങ്ങോട്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ എനിക്ക് ഒരു വർഷം കൊണ്ട് സാധിച്ചിട്ടില്ല. സോ അത് നമുക്ക് ഇപ്പം തന്നെ സെറ്റ് ചെയ്യണം. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസ്ഡ് വർക്ക് ഫ്ലോ എന്ന് പറയുന്നതാണ്. സോ അതും നടന്നിട്ടില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, ഞാൻ പറഞ്ഞ കണക്കാണ് ഈ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് 2025 ഞാൻ തുടങ്ങിയ ഒരു സംഭവമാണ്. ബട്ട് സ്റ്റിൽ അതെനിക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ എങ്കിലും ഈ ഒരു സമയവും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു ടൈമൊക്കെ വെച്ച് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇന്ന ഒരു കറക്റ്റായിട്ടൊരു ഡേറ്റിൽ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നതായിരിക്കും. സോ അടുത്തതെന്ന് പറയുന്നത് ഇൻസ്പിറേഷൻ ആൻഡ് മോട്ടിവേഷൻ എന്നുള്ളതാണ്. സോ അതിനായിട്ട് എൻ്റെ കയ്യിൽ സോഫ്റ്റ് കോപ്പി ആയിട്ട് ഞാൻ എല്ലാം എനിക്ക് മോട്ടിവേഷൻ തരുന്നതും ഇൻസ്പിറേഷനായിട്ട് തോന്നുന്ന ആർട്ട് വർക്ക് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ സോഫ്റ്റ് കോപ്പി ആയിട്ട് എൻ്റെ ഫോണിലും ലാപ്പിലും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ എപ്പോഴും ഇതിൻ്റെ കണ്ടുകൊണ്ടിരിക്കുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഈ വർഷം ഞാൻ ഹാർഡ് കോപ്പി ആയിട്ട് ഈ വോളിലൊക്കെ ബാക്കിയുള്ള സ്പേസിലൊക്കെ ഒട്ടിച്ച് സെറ്റാക്കുന്നതായിരിക്കും. സോ അതാകുമ്പോൾ എനിക്ക് നമുക്ക് ചുമ്മാതായാലും നോക്കുമ്പോഴത്തേക്കും ഇത് കണ്ടല്ലോ, അങ്ങനെ ചെയ്യണമായിരുന്നു എന്ന് ഞാൻ പ്ലാൻ ചെയ്തല്ലോ എന്നൊക്കെ ചിന്തിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ അതും നോക്കാം. അടുത്തതെന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ആൻഡ് കൊളാബറേഷൻ ആണ്.
സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ടഫായിട്ടുള്ള ഒരു കാര്യമാണ്. ആസ് ആൻ ഇൻട്രോവേർട്ട്, ഞാൻ പണ്ട് തൊട്ടേ ആർട്ട് ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. ബട്ട് അതിൽ നിന്നൊക്കെ ഞാൻ ഇറങ്ങി ഒറ്റയ്ക്ക് വഴിവെട്ടാൻ പോയതാണ്. ബട്ട് സ്റ്റിൽ ഞാൻ എവിടെ തുടങ്ങിയോ അവിടെയൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. സോ ഫ്യൂച്ചറിൽ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്ന് തന്നെ നമുക്കൊരു ആർട്ട് ഗ്രൂപ്പുകളും കമ്മ്യൂണിറ്റിയൊക്കെ തുടങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം. സോ ഫ്യൂച്ചറിൽ അതൊക്കെ നടക്കട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആൻഡ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്പേസ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ഈ ഒരു സ്റ്റുഡിയോ സ്പേസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ മെയിനായിട്ടും ഇവിടെ എൻ്റെ ഡിജിറ്റൽ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ടേബിളും കാര്യങ്ങളൊക്കെയാണ്. ബട്ട് സ്റ്റിൽ ഇനി നമുക്ക് ട്രഡീഷണൽ വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ സെറ്റ് ചെയ്യണം. പിന്നെ ഈ ക്ലോത്തിലൊക്കെ പെയിൻറ്റിങ് ചെയ്യാനുള്ള പരിപാടിയുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഈ DIY സ്റ്റഫുകൾ, കുറേ ഇൻട്രസ്റ്റ് സ്റ്റഫുകളൊക്കെ എനിക്ക് ചെയ്യണമെന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം. അതിന് നമുക്ക് റൂഫിൽ സ്പേസൊക്കെ ഉണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ചെയ്യാനുള്ള ഒരു 100% വർക്ക് ഫ്ലോയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഈ 2026 നമ്മൾ കണ്ടിപ്പാக ചെയ്യുന്നതായിരിക്കും. സോ അടുത്തതെന്ന് പറഞ്ഞാൽ ഗുഡ് ലൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഇവിടെ കോംപ്രമൈസ് ഇല്ല. 3 മിനിറ്റാണ് ഇത് തുറന്നിട്ട് നല്ല ലൈറ്റാണ് വരുന്നത്. സോ ഇതിപ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സൗണ്ട് അധികം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ക്ലോസ് ചെയ്തേ ഉള്ളൂ. സോ അല്ലാത്ത സമയത്ത് നല്ല ലൈറ്റിംഗ് ആണ്. പിന്നെ ഞാൻ ഇവിടെ മുകളിലൊക്കെ വേറെ എക്സ്ട്രാ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇനിയും ലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഔട്ട്ലെറ്റുകൾ എടുത്തിട്ടുണ്ട്. സോ അവിടെ നമുക്ക് ഇനിയും ലൈറ്റുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഒരെണ്ണം ഞാൻ ലാക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്റ്റോറേജ് ആൻഡ് ഓർഗനൈസേഷനാണ്. ഓർഗനൈസേഷൻ്റെ കാര്യത്തിൽ ഞാൻ കംപ്ലീറ്റ്ലി ഫെയിലായിട്ട് ഇരിക്കുകയാണ്. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടേബിൾ തന്നെ കണ്ടാൽ മനസ്സിലാവുന്ന ഏറ്റവും നല്ല മെസ്സിയായിട്ട് കിടക്കുകയെന്നില്ല. സോ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. മുന്നോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ തൊട്ടിട്ട് പോലുമില്ല. സോ എല്ലാം ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുവാണ്. ഈ ചാർട്ടായാലും ക്യാൻവാസ് ആയാലും എല്ലാം ഇങ്ങനെ കിടക്കുവാണ്. സോ ആ ഒരു കാര്യത്തിൽ നമ്മൾ കംപ്ലീറ്റ്ലി സീറോയിൽ നിൽക്കുകയാണ്. സോ അതൊന്ന് എന്തായാലും 2024 സെറ്റ് ചെയ്യണം. കുറച്ച് ഷെൽഫുകളും കാര്യങ്ങളും ഒക്കെ അത് DIY സ്റ്റഫായിട്ട് തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. സോ അടുത്തതെന്ന് പറഞ്ഞാൽ പേഴ്സണൽ ടച്ച്, ഇൻഫ്യൂസിങ് ദ സ്റ്റുഡിയോ വിത്ത് പേഴ്സണൽ സ്റ്റൈൽ ആൻഡ് കംഫർട്ട്. സോ അത് നമ്മൾ എന്തായാലും ഫ്യൂച്ചറിൽ ഈ ഒരു സാധനങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ തന്നെ എനിക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം DIY ചെയ്തെടുക്കുമ്പോൾ തന്നെ ആ ഒരു ടച്ച് നമുക്ക് വരുന്നതായിരിക്കും. ആൻഡ് അടുത്തെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ലേണിംഗ്, അതായത് ഓപ്പൺ ഫോർ ഗ്രോത്ത് ലൈക്ക് വർക്ക്ഷോപ്പ്, കോഴ്സസ് ആൻഡ് ഫീഡ്ബാക്സ്. സോ വർക്ക്ഷോപ്പിലൊക്കെ എനിക്കും പങ്കെടുക്കണമെന്നുണ്ട്. പിന്നെ പുറത്തുള്ളവർക്ക് വർക്ക്ഷോപ്പിലൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണമെന്നുണ്ട്. 2025 ഞാനങ്ങനെ ഒരു സ്കൂളിൽ വർക്ക്ഷോപ്പുകളും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തിരുന്നു. സോ ഫ്യൂച്ചറിലും അതിനൊക്കെയുള്ള വർക്ക്ഷോപ്പുകൾ ചെയ്യാനുള്ള പ്ലാനും ഉണ്ട്. പിന്നെ എനിക്ക് തന്നെ പേഴ്സണലി വർക്ക്ഷോപ്പുകളിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആരെങ്കിലും നല്ല ആർട്ടിസ്റ്റുകളിലൊക്കെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാനുള്ള താല്പര്യമുണ്ട്. സോ അതെന്തുവരെ നമ്മൾ ഫ്യൂച്ചറിൽ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. 2025 ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ 2026 വരുമ്പോഴത്തേക്കും നമ്മൾ അതെല്ലാം മാറ്റി വഴിവെട്ടി തെളിച്ച് 2026 സൂപ്പർ ഇയർ ആക്കി മാറ്റും എന്നാണ് എൻ്റെ പ്രതീക്ഷ. സോ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ കാണുമെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു ജേണിയിൽ എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഫോർ ദി ഫസ്റ്റ് വീഡിയോ ഓഫ് 2026. ആൻഡ് ഇറ്റ്സ് ക്രിയേറ്റർ വി സൈനിങ് ഔട്ട്. ബൈ. ഞാനായിരിക്കണം മെയിൻ ഫോക്കസ്. എന്നിട്ട് ഇങ്ങനെ കറങ്ങി വന്നിട്ട് ഇവിടെ വരാം. എന്നിട്ട് എന്നെ തന്നെ എടുക്കണം. WhatsApp creators, it's your creator. WhatsApp creators, it's creator. So ഇപ്പോൾ 2026 2025 നമ്മൾ ഒറ്റ പോസ്റ്റ് പോലും ചെയ്തിട്ടില്ല. അതാണ് സോ ഞാൻ ChatGPT ചോദിച്ചു എങ്ങനെ, എന്താണ് ഞാൻ ചോദിച്ചത്, ഡോണ്ട് ഡു ദിസ് 2020